പുത്തൻകുരിശ് ഡിവൈഎസ്പി പി ടി ഷാജൻ്റെ പ്രതികരണം കൂടി കേൾക്കാം. അപ്പോൾ കേസിൻ്റെ അന്വേഷണം പ്രാരംഭദശയിലായതുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും നിങ്ങളോട് തൽക്കാലം വെളിപ്പെടുത്താൻ കഴിയുകയില്ല. എങ്കിലും ശരിയായ വിധത്തിൽ അന്വേഷണം മുന്നോട്ട് നടക്കുന്നു. ഈ ആൺ സുഹൃത്തിൻ്റെ ഒരു കസ്റ്റഡിയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുള്ള ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുതൽ വിശദമായിട്ട് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് അതിക്രൂരമായ മർദ്ദനമായിട്ടുണ്ട് സാറേ, ആശുപത്രിയിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. അതായത് പെൺകുട്ടിക്ക് ദേഹോപദ്രവേറ്റതായിട്ട് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകൾ ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചല്ല പറയാൻ പറ്റും. ഇയാളെന്താ സാറേ പറയുന്നത്? അല്ല, അയാൾ പറയുന്നത് വെളിപ്പെടുത്താനാവില്ലല്ലോ. ഇപ്പോൾ അത് അയാൾ പറയുന്നത് വെരിഫൈ ചെയ്താൽ മാത്രമേ അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. എന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്? ഇപ്പോൾ ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമമാണ് ഈ കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ അന്വേഷിക്കാം. അല്ല, പ്രതി ചേർത്തിട്ടില്ലല്ലോ. ഒരാൾ ഞങ്ങൾ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് കൂടുതൽ വെരിഫൈ ചെയ്തിട്ട് അയാളുടെ ഇൻവോൾവ്മെൻറ്റും അയാൾ പറയുന്ന കാര്യങ്ങളും സയൻറ്റിഫിക്കായും മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചും വെരിഫൈ ചെയ്താൽ മാത്രമേ അയാളാണ് പ്രതിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ ഞങ്ങൾ. സാറേ, മുൻപ് ഇയാൾക്കെതിരെ പരാതി വന്നിരുന്നതല്ലേ ഇവിടെ നിന്ന്? അപ്പോൾ ആ പരാതികളൊക്കെ പരിശോധിച്ചിരുന്നു കൃത്യമായി? അത് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. ഏതൊക്കെ പരാതികൾ വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒന്നുകൂടി വെരിഫൈ ചെയ്യേണ്ടിയിരിക്കും. ഇയാൾക്കെതിരെ തന്നെയാണോ എന്നുള്ളത് വെരിഫൈ ചെയ്താലേ പറയാൻ കഴിയും. അതായത് ബലാത്സംഗവും 64 BNSന്റെ 64 109. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഒന്നും പറയാറായിട്ടില്ല. മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ട്രസ്റ്റിൽ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. കയറടക്കം കണ്ടെത്തി. അതിൽ കൂടുതൽ ബാക്കി വിശേഷങ്ങളുടെ അന്വേഷണത്തിന് ശേഷം ഞങ്ങൾ വെളിപ്പെടുത്താം. ഓക്കെ.